സുഹൃത്തുക്കളെ, ഞാൻ പി ആർ സുരേഷ് കുമാർ. എല്ലാവർക്കും എൻ്റെ പൂർണ്ണം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത്തവണ ഒരു കവിതയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. കവിതയുടെ പേര് എൻ്റെ നാട്. എൻ്റെ നാട് എന്ന് പറയുന്നത് ആദവനാടാണ്. മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കടുത്തുള്ള ഒരു സ്ഥലമാണ് ആദവനാട്. എൻ്റെ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആദവനാട് എന്ന് പറയുന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ളൊരു നാടാണ്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ പറയണേ അവരെ നേത്രനാരായണൻ എന്നാണ് പണ്ടത്തെ ആളുകൾ അവരെ വിളിച്ചിരുന്നത്. അതായത് നേത്രം കൊണ്ട്, അതായത് നമ്മളെ കണ്ണുകൊണ്ട് ദൈവത്തെ നാരായണൻ, അതായത് ദൈവത്തെ കണ്ടവരെന്നർത്ഥത്തിലാണത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ചരിത്രം പറയാൻ നിന്നാൽ ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും അത് തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരെ എൻ്റെ കവിതയിലേക്ക് വരാം. എൻ്റെ നാട്. നേത്രനാരായണൻ നാടുവാണുള്ളൊരു കീർത്തിയേറിയിടുന്നൊരെൻ്റെ നാട്. നേത്രനാരായണൻ നാടുവാണുള്ളൊരു കീർത്തിയേറിയിടുന്നൊരെൻ്റെ നാട്. 4 വർണ്ണങ്ങളും രമ്യമായി വാഴുന്ന നന്മ നിറഞ്ഞുള്ളൊരെൻ്റെ നാട്. കുന്നുകൾ ചോലകൾ വല്ലികൾ കാവുകൾ എങ്ങും നിറഞ്ഞുള്ള പൂങ്കുളങ്ങൾ. കൗമാര കുസൃതിക്കു സാക്ഷ്യം വഹിച്ചിട്ടു നിൽക്കും നിഗൂഢമാം ഇടവഴികൾ. തെയ്യാട്ടുനാളിൽ തമ്പ്രാന്റെ മുമ്പിൽ തുള്ളിക്കളിക്കുന്ന കോമരങ്ങൾ. പൂതങ്ങൾ, തിറകൾ, കരിങ്കാളികൾ, നയനാഭിരാമമാം പൊയ്ക്കാളകൾ. ഗൃഹാതുരത്വത്തിൻ്റെ നീറ്റലും പേറി ഞാൻ തെയ്യാട്ടുനാളിൽ വന്നെത്തിടുന്നു. ഗൃഹാതുരത്വത്തിൻ്റെ നീറ്റലും പേറി ഞാൻ തെയ്യാട്ടുനാളിൽ വന്നെത്തിടുന്നു. തമ്പ്രാന്റെ തിരുമുമ്പിൽ നിന്നിടുന്നു. വീണ്ടുമെൻ ബാല്യം തളിർത്തിടുന്നു. പെറ്റു വളർന്നൊരി നാട്ടിൽ നിന്നൊട്ടേറെ കാഥമകലയാണെന്നാകിലും. പെറ്റു വളർന്നൊരി നാട്ടിൽ നിന്നൊട്ടേറെ കാഥമകലയാണെന്നാകിലും. പെറ്റമ്മയെപ്പോൽ പ്രിയങ്കരമാണെനിക്കെന്നുമെൻ്റെ നല്ല നാട്. എന്നുമെൻ്റെ ജന്മനാട്. നമസ്കാരം.